സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം നിങ്ങൾ പെണ്ണുങ്ങളോട് ചെയ്യരുത്, അതാണ് ഏറ്റവും നല്ല പെരുമാറ്റമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യന്റെ സ്നേഹം പിടിച്ചു പറ്റണമെന്ന് വല്ല പൂതി ഉണ്ടെങ്കിൽ രണ്ട് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് പെണ്ണിനോടുള്ള നല്ല പെരുമാറ്റം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതിന് വിധങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. കാരണം ദേഷ്യം പിടിക്കുമ്പോൾ ഏറ്റവും സങ്കടമാകുന്നത് നിങ്ങളുടെ ഭാര്യക്കായിരിക്കും. 24 മണിക്കൂറും ചൂടാക്കുന്ന ക്യാരക്ടർ ഉണ്ടാക്കാൻ പാടില്ല. പലരും അങ്ങനെ ഉണ്ട്. അനങ്ങുമ്പോഴേക്ക് ചൂടാകുക, ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോഴേക്ക് എടുത്തങ്ങോട്ട് ചാടുക. ഇത് മുഅ്മിനീകൾക്കുള്ള സ്വഭാവമല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു അഅറാബി വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കിൻ്റെ ഓളം മടുത്തു, ഓളെ കൊണ്ട് ഞാൻ കുടുങ്ങി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണെങ്കിൽ, ഇതല്ലേ എനിക്ക് പെർമിഷൻ തരണം, ഞാൻ ഓളെ പോയി ഒഴിവാക്കാൻ പോവാ, ത്വലാഖ് ചൊല്ലാൻ വേണ്ടി പോവാണ്. അല്ലാഹു റസൂലിന്റെ അടുത്തൊക്കെ വരുന്നത്, ഇതല്ലേ നബി എനിക്ക് സമ്മതം തരണം, ഞാൻ എൻ്റെ ഭാര്യനെ ത്വലാഖെല്ലാം പോവാണ്. യാ റസൂലല്ലാഹ്, സമ്മതം തരുമോ? യാ ഹബീബല്ലാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, എന്തിനാണ് മോനെ നീ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുന്നത്, പറയുമോ? അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്കെന്റെ ഭാര്യയുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല, മടുപ്പാണ് നബിയേ. യാ റസൂലല്ലാഹ്, നബി തങ്ങൾ ചോദിച്ചു, എന്തേ നിനക്ക് അങ്ങനെയാകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല, അവൾക്ക് എന്നോട് സ്നേഹമില്ല നബിയേ, അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമ്മതം തരുമോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു, മോനെ നീ നിന്റെ ഭാര്യനെ ഉപേക്ഷിക്കണ്ട, ഞാനൊരു വഴി പറഞ്ഞു തരാം. ലാ തഗ്ളബ്, നീ ഇന്നു മുതൽ നിന്റെ ഇണയോട് ചൂടാകുന്ന സ്വഭാവം മാറ്റിവെച്ചോ, അവളുടെ സ്നേഹം തിരിച്ചു കിട്ടുകയും നിങ്ങളുടെ ജീവിതം മനോഹരമാവുകയും ചെയ്യുമെന്ന് ഹബീബേ മുഹമ്മദ് മുസ്തഫ. നീ ഇന്നു മുതൽ ചൂടാകുന്ന ക്യാരക്ടർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, എങ്കിൽ നിങ്ങളുടെ പ്രശ്നം സ്വഭാവം. ഇത് കേട്ടപ്പോൾ അറാബി ആകെ എക്സൈറ്റഡ് ആയി, ഭയങ്കര ഒരു ആവേശം. ഞാൻ എൻ്റെ ഭാര്യനോട് എപ്പോഴും ദേഷ്യം പിടിക്കുന്നയാളാണ്. തങ്ങൾ കൽബുക്ക് നോക്കി പറയാം, നീ ഇനി ഓളോട് ചൂടാകണ്ട, തൊഴിൽ നിർത്തിയാൽ, ആ സ്വഭാവം നിർത്തിയാൽ നിന്റെ പ്രശ്നം സോൾവ് ആകുന്നു. കൽബ് നോക്കി നബി തങ്ങൾ പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹം ഇങ്ങനെ എക്സൈറ്റഡ് ആയി ആവേശത്തോടെ പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ എപ്പോഴും ഞാൻ എൻ്റെ ഇണയോട് ദേഷ്യപ്പെടുന്നവനാണ് നബിയേ. യാ റസൂലല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്, ലാ തഗ്ളബ്, ദേഷ്യപ്പെടണ്ട മോനെ, ഫഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, ദേഷ്യം എന്നത് പിശാചിൽ നിന്നുള്ളതാണ്. പിശാചി ഏറ്റവും ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദേഷ്യമുണ്ടാക്കി കൊടുക്കലാണെന്ന് ഹബീബേ മുഹമ്മദ് മുസ്തഫ. तू जाने जाना है चेहरा उम्मुल किताब तेरा, ना बन सकी है ना बन सकेगा मिसाल तेरी, जवाब तेरा, तू शाह ख़ुबान, तू जाने जाना है चेहरा उम्मुल किताब तेरा, ना बन सकी है ना बन सकेगा मिसाल तेरी, जवाब तेरा. നബിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, നീ നിന്റെ ഇണയോട് ചൂടാകണ്ട, ദേഷ്യം പിശാച് കൊണ്ട് തരുന്നതാ മോനെ. പിശാച് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ദേഷ്യം ഉണ്ടാക്കി കൊടുക്കലാണ്. അതാണ് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് മഹാരഥന്മാർ. ആറാബി തിരിച്ചു വീട്ടിൽ പോയി.
കെട്ടിയോൾ ഒഴിവാക്കാം, തൊഴിലാക്ക് ചൊല്ലാൻ സമ്മതിക്കൂ നബിയെ. അക്കാലത്ത് എല്ലാവരും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചിട്ട് എന്തും ചെയ്യും, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യൂല. എന്തുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിക്കും, നബി ഞാൻ ചെയ്യട്ടെ, ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ അവിടെ വീടുണ്ടാക്കട്ടെ, ഇങ്ങോട്ട് പോട്ടെ, എല്ലാം ചോദിച്ചിട്ടേ ചെയ്യും. തൊലാക്ക് പോലും അങ്ങനെയാണ്. ഇത് തന്നെ നബിയെ സമ്മതം തരുമോ, ഞാൻ ഓളൊന്നും എല്ലാം നൈസായിട്ടൊന്ന് ഒഴിവാക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു ഈ ചൂടാകൽ നിർത്തിക്കോ, പ്രശ്നം സോൾവോ. അദ്ദേഹം തിരിച്ചുപോയി. മാസങ്ങൾ കഴിഞ്ഞു, ഭാര്യനെ കൂട്ടിയിട്ട് ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഭയങ്കര സന്തോഷവാൻ, ഭാര്യയുണ്ട് കൂടെ. യാ ഹബീബല്ലാഹ്, എന്റെ ജീവിതത്തിൽ നിന്ന് ആ സ്വഭാവം ഞാൻ മാറ്റിവെച്ചു നബിയെ. അപ്പോഴാണ് എനിക്ക് കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റിയത്. എന്റെ ഭാര്യയുടെ സൽസ്വഭാവം, അവരുടെ നന്മയും എല്ലാം ആസ്വദിക്കാൻ പറ്റിയത്. എന്റെ ദേഷ്യം ഞാൻ ഉപേക്ഷിച്ചപ്പോഴാണ്. ഇന്നെന്റെ കുടുംബജീവിതം മനോഹരമാണ് നബിയെ എന്ന് പറഞ്ഞ് അഅറാബി ഹബീബിന്റെ മുന്നിൽ കരയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.